യും അവര് പറയുന്നത് നോക്കൂ, സുഖിപ്പിക്കുന്ന വർത്തമാനം യഹൂദികളോട്. വൈൻ ഖൂതിൽതും, ഇനി നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാലോ, അവര് മുസ്ലിമീങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നാലോ, ലനൻസുറന്നകും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾ അവർക്കെതിരെ പൊരുതും. അല്ലാഹു പറയാണ്. അള്ളാഹു ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അള്ളാഹ്ക്കല്ലേ ഇത് പറയാൻ കഴിയുള്ളൂ. വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. അള്ളാഹു ഇതാ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയാണ്, ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവര് കള്ളം പറയുന്നവർ തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ എല്ലാ കാലത്തുള്ള മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. എന്നും ഉണ്ടാവും ഈ പ്രകൃതക്കാർ. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. തീർന്നില്ല. അള്ളാഹു അവരുടെ കള്ളി വെളിച്ചത്താക്കുന്നത് നോക്കൂ. ഇതൊക്കെ അവർ പറഞ്ഞ വർത്തമാനങ്ങളാണ്. ഇനി വാസ്തവത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവര് പുറത്താക്കപ്പെട്ടാൽ ലാ യഖ്റുജൂന മഅഹും, ഈ മുനാഫിക്കുകൾ അവരുടെ കൂടെ പോകുമോ? പോകില്ല. പുറത്താക്കപ്പെട്ട ഞങ്ങൾ അങ്ങനെയാണ് ഒറ്റക്കൊന്നും പോകേണ്ടി വരില്ല, ഞങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അവരെയൊന്നും കാണൂല. ഇനി വല ഇൻ ഖൂതിലൂ, ഇനി ഇവർ യുദ്ധം ചെയ്യപ്പെട്ടാലോ, ഞങ്ങൾ ഉണ്ടാകുന്നല്ലേ പറഞ്ഞത്. ലാ യൻസുറൂനഹും, അവരെ ഇവർ സഹായിക്കുകയുമില്ല. ഇനി വല ഇൻ നസറൂഹും, ഇനി അഥവാ സഹായിച്ചു എന്ന് സങ്കൽപ്പിക്കുക. എങ്ങനെ? യുദ്ധത്തിന് ഒപ്പം പോയി എന്ന് സങ്കൽപ്പിച്ചോളൂ. എന്നാൽ എന്താണ് അവരുടെ സ്വഭാവം? ലയുവല്ലുന്നൽ അദ്ബാർ, അവർ പോയ വഴിക്ക് തന്നെ ഇങ്ങോട്ട് പിന്തിരിഞ്ഞ് ഓടുക തന്നെയും ചെയ്യും. സുമ്മലായും സറൂൻ, പിന്നെ ഒരിക്കലും അവർ സഹായിക്കപ്പെടുകയുമില്ല. എത്ര ക്ലിയർ ആണല്ലേ! റഹ്മാനായ റബ്ബിനെ ഇത് പറയാൻ കഴിയുള്ളൂ. ഇതാണ് മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ആദ്യം പറഞ്ഞ വ്യാഖ്യാനത്തിന് ഉപോത്ബലകമായ ആയത്തുകളാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത്. എന്താ അവിടെ അല്ലാഹ് പറയുന്നത്? നിങ്ങളെ സത്യക്കാർക്ക് വേണടാ. ഖുൽ ലാ തുഖ്സിമു, പറയൂ നബിയെ, ലാ തുഖ്സിമു, നിങ്ങൾ സത്യം ചെയ്യണ്ടടോ. ആർക്ക് വേണം നിങ്ങളുടെ സത്യം? കാരണം താഅത്തുൻ മഅറൂഫ, അനുസരണമൊക്കെ അറിയപ്പെട്ടതല്ലേ. നിങ്ങളുടെ അനുസരണോ നിങ്ങളുടെ അച്ചടക്കൊക്കെ ഇവിടെ വിവരമുള്ളതല്ലേ ഞങ്ങൾക്കൊക്കെ. നിങ്ങൾ സത്യം ചെയ്യണം എന്തിനാ? ഉള്ള സത്യമൊന്നും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ നുണയെ പറയുള്ളൂ. അപ്പം അതിലൊന്നും കാര്യമില്ല. ഇതാണ് ഒന്നാം വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം അതെന്താ? ലിയകുൻ അംറുക്കും താഅത്തുൻ മഅറൂഫ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രണ്ടും പറയുന്നുണ്ട്. ഇതാ രണ്ടാമത്തെ വ്യാഖ്യാനം. ലിയകുൻ അംറുക്കും താഅത്തുൻ മഅറൂഫ, അതായത് താഅത്തുൻ മഅറൂഫ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ആവട്ടെ വളരെ നല്ല നിലക്കുള്ള അനുസരണമാണ് നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്, അല്ലാതെ സത്യം ചെയ്തിട്ടല്ല. അതായത് ബിൽ മഅറൂഫി, നിങ്ങൾ സത്യം, നിങ്ങൾ നല്ല നിലക്ക് നിങ്ങൾ അനുസരിക്കേണ്ടത് എങ്ങനെയാണ്? മിൻ ഗൈരി ഹലഫിൻ വലാ ഇഖ്സാമിൻ, നിങ്ങളുടെ സത്യം ചെയ്യലുകൊണ്ടോ ശബദപ്രയോഗം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കേണ്ടത് ഇങ്ങനെ സത്യം ചെയ്തിട്ടൊന്നുമല്ല, മറിച്ച് നല്ലതായ അനുസരണമാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. ഏതുപോലെ? കമാ യുതീഉല്ലാഹ വറസൂലഹു അൽ മുഅ്മിനൂൻ. ഇവിടെ മുഅ്മിനീങ്ങൾ അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിക്കുന്നില്ലേ? യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയൊക്കെ അവരനുസരിച്ച് ജീവിക്കുന്നത് സത്യം ചെയ്തിട്ടാ. ബിഗൈരി ഹലഫിൻ, അവരൊരു സത്യവും ചെയ്യുന്നില്ലല്ലോ. അവരൊരു സത്യവും ചെയ്യാതെ തന്നെ നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അള്ളാഹിനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിക്കുന്നുണ്ടല്ലോ. അതേപോലെ നിങ്ങളുമായി തീരൂ. ഫകൂനു അൻതും മിസ്ലഹും, അപ്പൊ നിങ്ങളും അവരെ പോലെ ആകാൻ നോക്ക്. അതാണ് ആ പറഞ്ഞതിന്റെ ആശയം എന്ന് രണ്ടാമത്തെ വ്യാഖ്യാനം. അപ്പൊ എന്തായി അർത്ഥം? നിങ്ങൾ സത്യമൊന്നും ചെയ്യണ്ട, കാരണം താഅത്തും മഅറൂഫ, ഇങ്ങനെ സൽക്കർമ്മങ്ങളും അനുസരണവുമൊക്കെ അറിയപ്പെട്ടതാണ്. അതെങ്ങനെ ചെയ്യേണ്ടതാണ്? സത്യം ചെയ്തിട്ട് പറയേണ്ടതല്ല, സത്യം ചെയ്യാതെ തന്നെ അവനവൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പുറത്തേക്ക് വന്ന് അനുസരിക്കലും അച്ചടക്ക പ്രവർത്തനങ്ങളുമൊക്കെ മോമിനീങ്ങൾ ചെയ്യും പോലെ നിങ്ങളും ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ രണ്ട് വ്യാഖ്യാനമാണ്
ആ വിഷയത്തിൽ വന്നിട്ടുള്ളവർ രണ്ടായിരുന്നാലും കുഴപ്പമില്ല. ഇബ്നു കസീർ റഹ്മഹുല്ലാ പ്രബലമാക്കി അവതരിപ്പിച്ചത്, അതുപോലെ തന്നെ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ പല മുഫസ്സിരീങ്ങളും ഒന്നാം വ്യാഖ്യാനമായി നൽകിയത്, അതുപോലെ തന്നെ ഉപോത്ബലകമായ ആയത്തുകൾ കൊണ്ട് ബലപ്പെടുത്തിയതുമൊക്കെ ഈ ഒന്നാമത്തെ വ്യാഖ്യാനത്തിനാണ്. എന്ത് വെറുതെ പറയാണ് എന്നുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായും അല്ലാഹു ഖബീർ, അവൻ നന്നായി അറിയുന്നവനാണ്. ബിമാ തഅമലൂൻ, കണ്ടോ, അത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ, നിങ്ങൾ പ്രവർത്തിക്കാറുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാരാണ്? അല്ലാഹു ആകുന്നു. ആരൊക്കെയാണ് റബ്ബിനെ അനുസരിക്കുന്നത്, ആരൊക്കെയാണ് ധിക്കരിക്കുന്നത്, അതൊക്കെ റബ്ബിനറിയാം. അതുപോലെ തന്നെ സത്യം ചെയ്തു പറയുമ്പോൾ എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളാ പറയുന്ന സത്യത്തിന് നേർ വിപരീതമായിട്ടാണ് നിങ്ങളുടെ ഉള്ളുകള്ളി, അതൊക്കെ റബ്ബിനറിയാം. ഇപ്പം നിങ്ങൾ സത്യം ചെയ്താലും ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, വൈൻ റാജഅലൽ മഖ്ലൂഖ്, മഖ്ലൂഖീങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങളുടെ സത്യത്തിനൊക്കെ മാർക്കറ്റ് കിട്ടിയെന്ന് വരും. പടപ്പുകളുടെ മുമ്പിൽ നിങ്ങളുടെ സത്യമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വഞ്ചിതരാവും, അതൊക്കെ അവിടെ ചെലവാവും. എവിടെ? പടപ്പുകളുടെ മുമ്പിൽ നിങ്ങളുടെ സത്യമൊക്കെ ചിലപ്പോൾ കുറച്ചു കാലത്തേക്കൊക്കെ ചെലവായി എന്ന് വരും. എന്നാൽ ഫൽ ഖാലിഖു തആല, ഖാലിഖായ റഹ്മാനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് യഅലമു സിർറ വ അഖ്ഫാ, ഏത് രഹസ്യവും ഏത് നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വച്ചാലും അതൊക്കെ നന്നായി അറിയുന്നവനാണ്. ലാ യറൂജു അലൈഹി ശൈഉം മിനത് തദ്ലീസ്, ഈ വഞ്ചനയും കൃത്രിമത്വമൊന്നും അവൻ്റെ അടുക്കൽ ഒരിക്കലും വിലപ്പോകൂല. ബൽ ഹുവ ഖബീറുൻ, അല്ലാഹു പിന്നെ ആരാണ്? അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിളമാഇരി ഇബാദിഹി, അവൻ്റെ അടിമകളുടെ ലമാഇർ ഖൽബുകളെ സംബന്ധിച്ച്. വഇന്ന ളഹറു ഖിലാഫഹാ, അവരതിന് നേരെ എതിരെ പുറത്തേക്ക് പ്രകടിപ്പിച്ചാലും റബ്ബിന് അവർക്ക് ഹൃദയങ്ങൾ വായിക്കാൻ നന്നായി അറിവുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ ഈ കാര്യങ്ങളൊന്നും വിലപ്പോകൂല, പടപ്പുകളുടെ അടുത്തൊക്കെ വിലപ്പോയേക്കാം. അള്ളാനെ പറ്റിക്കാമെന്ന് നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ ആ ഉള്ളുകളിൽ നിന്ന് വെളിച്ചത്താക്കിയിരിക്കുകയാണ് ഈ ആയത്തിൽ. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, അതുകൊണ്ട് ഇനി എന്താ മാർഗം? എന്താണ് ഇനി ചെയ്യേണ്ട മാർഗമാണ് പറയുന്നത്. ഖുൽ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, എന്താ വേണ്ടത്? അത്തിഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ. വഅത്തിഉർ റസൂൽ, റസൂലിനെയും അനുസരിക്കൂ. ഇനി അനുസരിക്കാൻ തയ്യാറില്ലേ? എന്താ ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരൊറ്റ വചനം മുനാഫിക്കുകളുടെ കൃത്യമായ സ്വഭാവത്തെ അങ്ങോട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. കാപട്യം എന്ന് പറയുന്ന മഹാരോഗം അത് വല്ലാത്തൊരു പുഴുക്കുത്താണ്. അതൊരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടക്ക് എന്നും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുനാഫിക്കുകൾ മുഖേന എന്നുള്ളത് നമുക്കെല്ലാം ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് ഖിയാമത്ത് നാളോളം ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെ അതുണ്ടാകും. ലോകത്ത് ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കുക, അവർ മുഖേനയുണ്ടാകാവുന്ന ഷെറിനെ തൊട്ട് ഈ സമുദായത്തെ കാക്കണേന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും കാപട്യം അടിഞ്ഞുകൂടരുതേ എന്ന് ആത്മാർത്ഥമായി തേടുക. അതൊക്കെ മാത്രമേ നിവൃത്തിയുള്ളൂ. റഹ്മാനായ റബ്ബ് ഇഖ്ലാസുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി വാക്കുകളും പ്രവർത്തനങ്ങളും ഒരേപോലെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.